മലയിടംതുരുത്ത് ഒഴിപ്പിക്കലിൽ പോലീസ് വീണ്ടും ഹൈക്കോടതിയിൽ. പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഉത്തരവിനെതിരെയാണ് അപേക്ഷ. ഒഴിപ്പിക്കൽ ഈ മാസം 9 വരെ പൂർത്തിയാക്കണമെന്നാണ് മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, വിവരങ്ങൾ. പരുത്തുകാവ് മലയിടംതുരുത്തിലെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ അതിൻ്റെ ഒരു വീണ്ടും ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി സർക്കാർ എന്തെല്ലാമാണ് നടപടികൾ അത് സ്വീകരിച്ചത്, ഇനി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് അത് വിഷയം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കണം. ഇതിനായിട്ട് മന്ത്രിതല ചർച്ചകൾ നടക്കുകയും സർക്കാർ നിയോഗിച്ച പ്രകാരമാണ് ഇത്തരം ചർച്ചകൾ നടക്കുകയും ജില്ലാ ഭരണകൂടത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ ചർച്ചകളെല്ലാം തന്നെ സമരസമിതിയുമായിട്ടെല്ലാം തന്നെ നടക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഈ 9-ാം തീയതിക്ക് മുൻപായിട്ട് ഈ വിഷയം ഹൈക്കോടതി കേൾക്കണമെന്നൊരു അപേക്ഷയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ വിഷയം 9-ാം തീയതി സർക്കാർ തല ചർച്ചകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് പരിഹരിക്കപ്പെട്ടു. കാരണം 9-ാം തീയതി അന്തിമമായ രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കണം കോടതിക്ക് മുന്നിലേക്ക് വരേണ്ടത്. പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലുള്ള യെസ് ഓർ നോ എന്ന രീതിയിലായിരിക്കണം അത്തരമെന്നത് ഒരു നിർദ്ദേശമായിട്ട് തന്നെ വന്നിരുന്നു. ഹൈക്കോടതി ഉത്തരവ് അത് അങ്ങനെയുണ്ട്, പ്രശ്നം തീർക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ കർശന നടപടി സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9-ാം തീയതിക്കും കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിനു മുൻപ് പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഹൈക്കോടതിയുടെ തന്നെ അനുമതി അടക്കം വേണം. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഇന്ന് ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിൽ ഇനി സമയം കൂടുതലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയെ അറിയിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് ഏത് രീതിയിലുള്ളൊരു തീരുമാനമാണ് ഉണ്ടാകുക എന്നതെല്ലാം വളരെ നിർണായകമാണ്. ഏതായാലും അവിടെയുള്ള ജനങ്ങൾ സർക്കാർ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ഒരു വിഭാഗം പേർ പറയുന്നുണ്ട്. എന്നാൽ സബ്മിഷനിൽ നിയമസഭയിൽ അവിടുത്തെ MLA ആയ VP സജീന്ദ്രൻ ഉന്നയിച്ച സബ്മിഷനിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളെല്ലാം ഉണ്ട് എന്നത് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഏതായാലും സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും ഇന്ന് കോടതിയിലേക്ക് വരികയും ചെയ്യും. പരുത്തുകാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ദിവസങ്ങളിലെ കോടതി നടപടികൾ. നിർണായകമായ കോടതി നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.